72കാരനായ പാകിസ്ഥാനിക്ക് യോഗ ചെയ്യാം. പക്ഷെ കേരളത്തിലെ ചിലർക്ക് ഇപ്പോഴും ഹറാം. ജീവിക്കാൻ യോഗ വേണമെന്നത് 100% ശരിയാണ്. യോഗ ചെയ്യുന്നില്ല എങ്കിൽ ജീവിക്കാൻ യോഗമില്ല എന്നാണ് അർത്ഥം. നോക്കൂ, ഇന്നലെ വരെ യോഗയെ ഹൈന്ദവ ആചാരം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവർ കണ്ടുപഠിക്കേണ്ട കാഴ്ചയാണിത്. 72 വയസ്സുള്ള പാകിസ്ഥാനി ഇസ്ലാമിക പണ്ഡിതൻ മൗലാന താരിഖ് ജമീൽ, കൂടെ ഒരു മെഡിക്കൽ ഇൻഫ്ലുവൻസർ, 2 മണിക്കൂർ ദിവസവും കാർഡിയോ, സൈക്ലിംഗ്, സ്ട്രെങ്ത് ട്രെയിനിങ്, കഠിനമായ യോഗ എന്നിവ ചെയ്യുന്നു. 4 വർഷമായി ചോറും ചപ്പാത്തിയും പോലും ഉപേക്ഷിച്ചു. ശരീരം റബ്ബർ പോലെ വളയ്ക്കുന്നു, അതും ക്യാമറയ്ക്ക് മുന്നിൽ. അയാൾ തീവ്ര ഇസ്ലാമിസ്റ്റാണ്, പാകിസ്ഥാനിയാണ്, 72 വയസ്സാണ്. എന്നിട്ടും അയാൾക്ക് മനസ്സിലായി ജീവൻ നിലനിർത്താൻ, ആരോഗ്യം നിലനിർത്താൻ യോഗ പോലെ, സ്ട്രെച്ചിങ് പോലെയുള്ള കാര്യങ്ങൾ വേണമെന്ന്. പിന്നെ ഇവിടെ കേരളത്തിൽ എന്താണ് കഥ? സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ടി യോഗ, ലഹരിക്കെതിരെ, മാനസികാരോഗ്യത്തിന് വേണ്ടി, അതിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് ധാർമ്മിക മൂല്യങ്ങൾക്കെതിരാണ്, ഹറാമാണെന്ന് പറയാൻ ചിലർക്കൊരു മടിയുമില്ല. ഇതാണ് ഇരട്ടത്താപ്പ്. ഇസ്ലാമിന്റെ കോട്ട എന്ന് വിളിക്കുന്ന പാകിസ്ഥാനിലെ 72കാരന് ശരീരം വളയ്ക്കുന്നതിൽ മതം തടസ്സമല്ല. എന്നാൽ 100% സാക്ഷരത എന്ന് അഹങ്കരിക്കുന്ന കേരളത്തിൽ 10 വയസ്സുള്ള കുട്ടി കൈകാല നിവർത്തുന്നതിൽ പോലും മതം കണ്ടുപിടിക്കുന്ന ചിലർ. യോഗയ്ക്ക് മതമില്ല, അത് ശരീരശാസ്ത്രമാണ്. ശ്വാസം നേരെയാക്കാൻ, നടുവേദന മാറ്റാൻ, ഹൃദയം സംരക്ഷിക്കാൻ, സ്ട്രെസ് കുറയ്ക്കാനുള്ള ശാസ്ത്രം. അതിനെ സംസ്കൃതം പറഞ്ഞാലും അറബി പറഞ്ഞാലും ഇംഗ്ലീഷിൽ മൊബിലിറ്റി ട്രെയിനിങ് എന്ന് പറഞ്ഞാലും ഗുണം ഒന്നു തന്നെ. പാകിസ്ഥാനി മനസ്സിലാക്കിയ സത്യം കേരളത്തിലെ ചിലർ ഇപ്പോഴും മനസ്സിലാക്കാത്തതിൽ ലജ്ജിക്കണം. ജീവിക്കണമെങ്കിൽ വളയണം, വളയാത്തവർ ഒടിയും.